Mechanistic and stereochemical aspect of E1, E1cB and E2 reaction. Elimination reaction. എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ? ഒരു സബ്സ്ട്രേറ്റിൻ്റെ കൂടെ കാറ്റലിസ്റ്റിനെ ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് ആസിഡ് കൊണ്ടോ ബേസോ അയോഡിൻ സിങ്ക് മെറ്റൽ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ആറ്റമോ ഗ്രൂപ്പോ റിലീസ് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ഇതിനെയാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും, ദാറ്റ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ബോണ്ട്. ഈ റിയാക്ഷൻ നോക്കുക. ഇതിൽ എക്സും വൈയും എലിമിനേറ്റ് ചെയ്ത് നമുക്കൊരു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ കിട്ടും. ഇനി എലിമിനേഷൻ റിയാക്ഷൻ രണ്ട് തരത്തിലുണ്ട്, ആൽഫ എലിമിനേഷനും ബീറ്റ എലിമിനേഷനും. ആൽഫ എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെയിം ആറ്റത്തിൽ നിന്ന് രണ്ട് ആറ്റംസോ ഗ്രൂപ്പ്സോ റിമൂവ് ചെയ്ത് ഒരു കാർബീൻ പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഇതിനെയാണ് ആൽഫ എലിമിനേഷൻ എന്ന് പറയാം. ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ അഡ്ജസൻറ്റ് കാർബൺ ആറ്റത്തിൽ നിന്ന് ആറ്റംസോ ഗ്രൂപ്പ്സോ റിമൂവ് ചെയ്ത് ഒരു പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇതിനെ ബീറ്റ എലിമിനേഷൻ എന്ന് പറയും. ആൽഫ എലിമിനേഷനെ 1-1 എലിമിനേഷൻ എന്നും ബീറ്റ എലിമിനേഷനെ 1-2 എലിമിനേഷൻ എന്നും പറയും. ഇനി മെക്കാനിസ്റ്റിക് പാത്വേ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബീറ്റ എലിമിനേഷൻ 3 കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. E1 എലിമിനേഷൻ, E1cB എലിമിനേഷൻ, E2 എലിമിനേഷൻ. E2 മെക്കാനിസമാണ് ആദ്യം പറയുന്നത്. ഈ മെക്കാനിസത്തിൽ ആദ്യം ഒരു ബേസ് വന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ഇലക്ട്രോൺസ് അവിടെ ലീവ് ചെയ്യും. ആ ഇലക്ട്രോൺ പെയർസ് വന്ന് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കാർബണും ലിവിങ് ഗ്രൂപ്പും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ലിവിങ് ഗ്രൂപ്പ് അവിടെ നിന്ന് റിമൂവ് ആവും. ഇതാണ് E2 മെക്കാനിസത്തിൽ നടക്കുന്നത്. ഇതെല്ലാം ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുക. ഇവരുടെ ഓർഡർ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. അതുകൊണ്ട് ഇതിനെ ബയോമോളിക്കുലർ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയാം. ബയോമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റും ന്യൂക്ലിയോഫൈലും ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈത്തോക്സൈഡ് വന്ന് ബീറ്റ ഹൈഡ്രജനിൽ അറ്റാക്ക് ചെയ്യും, എന്നിട്ട് പ്രോട്ടോണിനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ 2 ഇലക്ട്രോൺസിനെ ലീവ് ചെയ്തിട്ടുണ്ടാവും, കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ. ആ ഇലക്ട്രോൺ പെയർസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുകൾ ഫോം ചെയ്യും. കാർബൺ കാർബൺ തമ്മിലുള്ള ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ആ ഫോം ചെയ്ത അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കാർബണും ബ്രോമിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രോമിൻ അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോകും. ഇതാണ് E2 മെക്കാനിസം. ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്, ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഓഫ് ഈഥൈൽ ബ്രോമൈഡ് ബൈ ദ ബേസ് OH-. ഇവിടെ OH- ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ OH- വന്ന് ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് അവിടെയുള്ള ഇലക്ട്രോൺ പെയർസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടായിട്ട് ഫോം ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ കാർബണും ബ്രോമിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രോമിൻ അവിടെ നിന്ന് ലീവ് ചെയ്യും. ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ പറയുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് എത്തിലീൻ, CH2 ഡബിൾ ബോണ്ട് CH2. ഇനി E2 മെക്കാനിസത്തിനുള്ള ഒരു കമ്പല്ലിംഗ് എവിഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റീരിയോകെമിക്കൽ സ്റ്റഡിയാണ്. അതായത് E2 മെക്കാനിസം ഒരു സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അങ്ങനെ പറയാൻ കാരണം അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിപ്പാർട്ടിംഗ് ഗ്രൂപ്പിൻ്റെ കോപ്ലനാരിറ്റിയാണ്. അതായത് ട്രാൻസിഷൻ സ്റ്റേറ്റിലുള്ള 5 ആറ്റംസ്, ബേസായ OH, പിന്നെ ബീറ്റ ഹൈഡ്രജൻ, ആൽഫ ബീറ്റ കാർബൺ, പിന്നെ ലിവിങ് ഗ്രൂപ്പ്, ഇതെല്ലാം ഒരു സെയിം പ്ലെയിനിലാണ് കിടക്കുന്നത്. ദിസ് ഈസ് നെസസറി ഫോർ ദ ഓർബിറ്റൽസ്. ഇങ്ങനൊരു പ്രോപ്പർ ഓറിയൻറ്റേഷൻസ് ഇതിന് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഓവർലാപ്പ് ബിറ്റ്വീൻ ഈച്ച് അതർ, ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ടു ഫോം എ ന്യൂ ഡബിൾ ബോണ്ട്, ഒരു പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി 2 മേജർ സ്റ്റീരിയോ കെമിക്കൽ പാത്വേകൾ ഇതിന് പോസിബിളാണ്, ആൻറ്റി എലിമിനേഷനും സിൻ എലിമിനേഷനും. ആൻറ്റി എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആൻറ്റി പെരിപ്ലനർ ആയിരിക്കും. അതായത് പ്രോട്ടോൺ അവിടെ എബ്സ്ട്രാക്റ്റ് ചെയ്ത പ്രോട്ടോണും ലിവിങ് ഗ്രൂപ്പും തമ്മിൽ ആൻറ്റി പെരിപ്ലനർ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതായത് H-ഉം X-ഉം ഈ റിയാക്ഷൻ നോക്കുമ്പോൾ
എച്ചും എക്സും ട്രാൻസ് പൊസിഷനിലായിരിക്കും കിടക്കുക വിത്ത് എ ഡൈഹെഡ്രൽ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. ഇങ്ങനെയുള്ള എലിമിനേഷൻസിൽ എച്ചും എക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിപ്പാർട്ട് ചെയ്യുക. ഇതിനെ ആൻറ്റി എലിമിനേഷൻ എന്നാണ് പറയുക. ആൻറ്റി എലിമിനേഷൻ ആയിരിക്കും സിൻ എലിമിനേഷനെക്കാട്ടും കൂടുതൽ ഫേവർ ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസിന് കുറച്ച് എനർജി മാത്രമേ ആവശ്യമുള്ളൂ. ദ മോളിക്യൂൾസ് റിക്വയർസ് ലെസ് എനർജി ടു റീച്ച് ദിസ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇനി സിൻ എലിമിനേഷനിൽ സിൻ പെരിപ്ലെനാർ ആയിരിക്കും ട്രാൻസിഷൻ സ്റ്റേറ്റ്. എച്ചും എക്സും സിസ് പൊസിഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക വിത്ത് എ ഡൈഹെഡ്രൽ ആംഗിൾ ഓഫ് 0 ഡിഗ്രി. ഇങ്ങനെയുള്ള എലിമിനേഷനിൽ എച്ചും എക്സും ലീവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ഇസ് കോൾഡ് സിൻ എലിമിനേഷൻ. ഇതൊരു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആയിരിക്കും ആൻഡ് പോസിബിൾ ഓൺലി വിത്ത് സർട്ടൈൻ റിജിഡ് മോളിക്യൂൾസ്. ഇനി ആൻറ്റി എലിമിനേഷനുള്ള ഒരു എക്സാമ്പിളാണ് ഇത്. ഇവിടെ നമുക്ക് 2 പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. E1,2 ഡൈഫിനൈൽ പ്രൊപ്പീനും Z1,2 ഡൈഫിനൈൽ പ്രൊപ്പീനും. അതായത് ഒരു E ഐസോമറും കിട്ടും, Z ഐസോമറും കിട്ടും. E ഐസോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്, ഓരോ കാർബണുമുള്ള ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത്, മോളിക്യൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ E ഐസോമർ എന്നും, ആ മോളിക്യൂളിൻ്റെ സെയിം സൈഡിലാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് കിടക്കുന്നതെങ്കിൽ അതിനെ Z ഐസോമർ എന്നാണ് പറയാം. ഇനി ഈ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ആദ്യത്തേന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഇവിടെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് ആയിരിക്കും E2 റിയാക്ഷൻ കൂടുതലും നടക്കുക. അതായത് പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ ബേസ്. ഇവിടെ സ്ട്രോങ് ബേസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഈവൺ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഇനി സ്റ്റെബിലിറ്റി ഓഫ് ദ ലിവിങ് ഗ്രൂപ്പ്. ഇഫ് ദ ലിവിങ് ഗ്രൂപ്പ് ഇസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ലിവിങ് ഗ്രൂപ്പ് എങ്കിൽ ഇവിടുത്തെ റേറ്റ് വളരെ കൂടുതലായിരിക്കും, റേറ്റ് ഇൻക്രീസ് ചെയ്യും. നാലാമത്തെ പോയിന്റ്, സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആൻഡ് ദ പ്രൊഡക്റ്റ്. The attacking base will impart a negative charge density to the beta carbon. ബീറ്റാ കാർബണുമേ അറ്റാക്ക് ചെയ്ത ബേസ് ഒരു നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഇമ്പാർട്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോവൺ ഗ്രൂപ്പിന് അങ്ങനെയുള്ള കാർബണുമത്തെ ഇലക്ട്രോൺ വിഡ്രോവൺ ഗ്രൂപ്പ് ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ തന്നെ എലിമിനേഷൻ കഴിഞ്ഞ് അവിടെ ഫോം ചെയ്യുന്ന ഒലിഫീൻ ബോണ്ടിനെയും സ്റ്റെബിലൈസ് ചെയ്യും. പിന്നെ ഈ മെക്കാനിസം എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പെസിഫിക് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൈനറ്റിക്കലി സെക്കൻഡ് ഓർഡർ. ഇനി അടുത്ത മെക്കാനിസം ദ E1 മെക്കാനിസം. E1 മെക്കാനിസത്തിൽ എലിമിനേഷൻ റിയാക്ഷൻ കൈനറ്റിക്കലി ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് യൂണിമോളിക്കുലാർ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. ഫോർ E1 മെക്കാനിസം റിയാക്റ്റൻസ് അയോണൈസിങ് സോൾവെൻറ്റിലായിരിക്കും ഉണ്ടാവേണ്ടത്. മസ്റ്റ് ബി പ്ലേസ്ഡ് ഓൺ അയോണൈസിങ് സോൾവെൻറ്റ്. E1 മെക്കാനിസം ഒരു നോൺ സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അങ്ങനെ പറയാൻ കാരണം ഈ റിയാക്ഷനിൽ കാർബോ കാറ്റയോൺസ് ആയിരിക്കും ഫോം ചെയ്യുക. ഈ കാർബോ കാറ്റയോൺസിന് മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം മാത്രമേ അവർക്ക് പ്രോട്ടോൺസിന് ഗിവ് അപ്പ് ചെയ്താൽ മതി. അതായത് ഇൻ ദിസ് റിയാക്ഷൻ എ കാർബോ കാറ്റയോൺ ഇസ് ഫോംഡ്. ദിസ് കാർബോ കാറ്റയോൺ ഇസ് ഫ്രീ ടു അഡോപ്റ്റ് ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ബിഫോർ ഗിവിങ് അപ്പ് ഇറ്റ്സ് പ്രോട്ടോൺ. ഇനി ഇതെന്ന് പറയുന്നത് ഒരു 2 സ്റ്റെപ്പ് റിയാക്ഷനാണ്. അതിലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇസ് സിമിലർ ടു SN1 റിയാക്ഷൻ. അതായത് ഈ സ്റ്റെപ്പിൽ ഒരു കാർബോ കാറ്റയോൺ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ലിവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്തിട്ട് അവിടെ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ സോൾവെൻറ്റ് മോളിക്യൂളോ അല്ലെങ്കിൽ ഒരു വാട്ടറോ വന്ന് ബീറ്റ ഹൈഡ്രജനുമേ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഒരു സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഇലക്ട്രോൺ പെയർ, അതായത് അവിടെ ഉള്ള ഇലക്ട്രോൺ പെയേഴ്സ് വന്ന് കാർബൺ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഒരു ഡബിൾ ബോണ്ടിനെ ഫോം ചെയ്യും.
ഇതാണ് E1 മെക്കാനിസത്തിൽ നടക്കുന്നത്. ഇനി CH ബോണ്ട് sp3CH ബോണ്ട് അസിഡിക് ആണെങ്കിലും ഈ കാർബോകാറ്റയോൺസ് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സച്ച് ദാറ്റ് ഒരു ഈ വീക്ക് ബേസ് ആണെങ്കിലും, അതായത് വാട്ടർ ആണെങ്കിലും അവർക്ക് ഡീപ്രോട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ഈസ് എ സ്ലോവർ പ്രോസസ്. നമ്മുടെ ഇതിലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ആണ്. അതൊരു സ്ലോവർ പ്രോസസ്സാണ് കമ്പയർഡ് ടു റിയാക്ഷൻ ബിറ്റ്വീൻ എ റിയാക്റ്റീവ് കാർബോകാറ്റയോൺ ആൻഡ് എ ബേസ് ഓർ എ സോൾവെൻറ്റ്. ഹെൻസ് കാർബോകാറ്റയോൺ ഫോർമേഷൻ ഇസ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഒരു റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്. Generally, the factors that lead to SN1 reaction would normally also favor E1 reaction. SN1 reaction ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയായിരിക്കും E1 റിയാക്ഷനും ഫേവർ ചെയ്യുന്നത്. കുറച്ച് ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് സബ്സ്ട്രേറ്റ്. ഇതിൽ E1 മെക്കാനിസം ഓപ്പറേറ്റ് വെൻ ദ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഇസ് സ്പെഷ്യലി സ്റ്റെബിലൈസ്ഡ്. കാർബോകാറ്റയോൺ സ്പെഷ്യലി സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. പിന്നെ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കാർബോകാറ്റയോൺ വാരി ചെയ്യുന്നത് ടെറിഷ്യറി. ഫസ്റ്റ് വൺ ടെറിഷ്യറിയോടായിരിക്കും കൂടുതൽ വാരി ചെയ്യുക. ഇസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഓൺ കാർബൺ ക്യാരിയിങ് പോസിറ്റീവ് ചാർജ് വിൽ സ്റ്റെബിലൈസ് കാർബോകാറ്റയോൺ. Primary alkyl halide do not undergo E1 reaction on account of the difficulty encountered in forming primary carbocation. രണ്ടാമത്തെ പോയിന്റ്, നേച്ചർ ഓഫ് ദ ലിവിങ് ഗ്രൂപ്പ്. ഇവർക്ക് ഗുഡ് ലിവിങ് ഗ്രൂപ്പ് ആണെങ്കിൽ റിയാക്ഷൻ വളരെ ബെറ്റർ ആയിരിക്കും. അയോണൈസേഷൻ പോസിബിൾ ആണെങ്കിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇഫ് അയോണൈസേഷൻ ഈസ് പോസിബിൾ ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്. ഗുഡ് പ്രോട്ടിക് സോൾവെൻറ്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും ആൻഡ് ഹെൽപ്പ് ഫോർ അയോണൈസിങ് ദ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിനെ അയോണൈസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. ഇതിനൊരു എക്സാമ്പിളാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓഫ് ടെർട്ട് ബ്യൂട്ടൈൽ ബ്രോമൈഡ് ബൈ ദ വീക്ക് ബേസ് വാട്ടർ. അപ്പോൾ സ്റ്റെപ്പ് 1 ബ്രോമിൻ റിലീസ് ചെയ്യും. അതൊരു സ്ലോ പ്രോസസ്സാണ്. അവിടെ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ഇനി ഒരു വാട്ടറാണ് ബേസായിട്ട് എടുത്തിരിക്കുന്നത്. ആ വാട്ടർ വന്ന് ഹൈഡ്രജനെ, ബീറ്റ ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. അവിടെയുള്ള ഇലക്ട്രോൺ പെയർസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടായിട്ട് ഫോം ചെയ്യും. ഇതാണ് E1 മെക്കാനിസം. ഇനി അടുത്തത് ദ E1cB മെക്കാനിസം. E1cB മെക്കാനിസം എന്ന് പറയുന്നത് ഒരു 2 സ്റ്റെപ്പ് ബേസ് ഇൻഡ്യൂസ്ഡ് ബീറ്റ എലിമിനേഷൻ ആണ്. 2 സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ. ഈ റിയാക്ഷനിൽ ബേസ് ആദ്യം ബീറ്റ ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് കാർബാനയോൺ ആണ് ഫോം ചെയ്യുക. കാർബാനയോൺ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യും. ഫ്രം വിച്ച് അതിൽ നിന്ന് ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർട്ട് ചെയ്യും ടു ഫോം ദ പ്രൊഡക്റ്റ്. അതിൽ നിന്ന് ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർട്ട് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ടൈമിംഗ് ഓഫ് ദ ഡിപ്പാർച്ചർ ഓഫ് ദ ഗ്രൂപ്പ് ഇസ് റിവേഴ്സ്ഡ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഇൻ E1 റിയാക്ഷൻ. E1 റിയാക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പുകൾ ഡിപ്പാർച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ടൈമിങ് റിവേഴ്സ് ചെയ്യും. ഇൻ E1cB ദ ഡീപ്രോട്ടോണേഷൻ ഒക്കേഴ്സ്. അതായത് E1cBയിൽ ഡീപ്രോട്ടോണേഷൻ ആയിരിക്കും ആദ്യം നടക്കുക, പിന്നീടായിരിക്കും ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർച്ചർ. ഒക്കേഴ്സ് അഹെഡ് ഓഫ് ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർച്ചർ. റിയാക്ഷൻ യൂഷ്വലി ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. പക്ഷേ ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് E1cB എന്നാണ്. കാരണം ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഡിപ്പാർച്ചർ ഓഫ് ദ ലിവിങ് ഗ്രൂപ്പ് ഈസ് ഫ്രം, ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർച്ച് ചെയ്യുന്നത് അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൽ, നമ്മൾ ഇനീഷ്യലി ഫോം ചെയ്ത കാർബാനയോണിൽ നിന്നാണ് ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർച്ച് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ E1cB എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ജനറൽ മെക്കാനിസം എന്ന് പറയുന്നത് അറ്റാക്ക് ഓഫ് ദ ബേസ് ഓൺ ബീറ്റ ഹൈഡ്രജൻ. ഈ ബേസ് വന്ന് ബീറ്റ ഹൈഡ്രജനിൽ അറ്റാക്ക് ചെയ്ത് വിച്ച് ലീവ്സ് ബീറ്റ ഹൈഡ്രജൻ വിത്തൗട്ട് ഇറ്റ്സ് കാർബൺ. ബീറ്റ ഹൈഡ്രജൻ അവിടെ നിന്ന് ലീവ് ചെയ്യും വിത്തൗട്ട് ഇറ്റ്സ് കാർബൺ ഇലക്ട്രോൺ പെയർ.
ഫോമിങ് എ കാർബാനയോൺ. അങ്ങനെ അവിടെ ഒരു കാർബാനയോൺ ഫോം ചെയ്യും. അതായത് ഒരു ബീറ്റ ഹൈഡ്രജൻ ഒരു ബേസ് വന്ന് ബീറ്റ ഹൈഡ്രജനെ അറ്റാക്ക് ചെയ്ത് ഇലക്ട്രോൺ പെയേഴ്സിനെ അവിടെ ലീവ് ചെയ്തുകൊണ്ട് ആ ഹൈഡ്രജൻ അവിടെ നിന്ന് ലീവ് ചെയ്ത് ഒരു കാർബാനയോൺ ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ പെയേഴ്സ് പുതിയ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കും. ഡിപ്പാർച്ചർ ഓഫ് ദ ലിവിങ് ഗ്രൂപ്പ് ടു ഫോം ദ പ്രൊഡക്റ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിവിങ് ഗ്രൂപ്പിൻ്റെ ഡിപ്പാർച്ചറാണ് പ്രൊഡക്റ്റിനെ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദി ലോൺ പെയർ ഓഫ് ദ ഇലക്ട്രോൺ ഓൺ ദ ആനയോൺ, കാർബാനയോണുമ ഉള്ള ലോൺ പെയേഴ്സ് ഇലക്ട്രോൺ ഓൺ ദ ആനയോൺ ദെൻ മൂവ് ടു ദ നൈബറിങ് ആറ്റത്തിലേക്ക് മൂവ് ചെയ്ത് അവിടെ ലിവിങ് ഗ്രൂപ്പിനെ എക്സ്പെൽ ചെയ്ത് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഫോം ചെയ്യും. ഇതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് 2. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിന് അനുസരിച്ച് ദർ ആർ ഡിഫറെൻറ്റ് വേസ് ബൈ വിച്ച് റിയാക്ഷൻ ക്യാൻ പ്രൊസീഡ്. ഈ റിയാക്ഷൻ പലതരത്തിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെയാണ് കാർബാനയോൺ റിട്ടേൺസ് ടു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. കാർബാനയോൺ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. പ്രൊഡക്റ്റ് ഫോർമേഷനെക്കാട്ടും ഫാസ്റ്റ് ആണെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കും, സ്റ്റെപ്പ് 2 സ്ലോ ആയിരിക്കും. ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് E1cB എന്നാണ്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫോർമേഷൻ ആണ് ഫാസ്റ്ററെങ്കിൽ ആസ് കമ്പയർഡ് ടു റിട്ടേൺ ഓഫ് പ്രോട്ടോൺ ടു കാർബാനയോൺ. പ്രോട്ടോൺ കാർബാനയോണിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഫോർമേഷൻ ആണ് ഫാസ്റ്ററെങ്കിൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആയിരിക്കും, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതാണ് E1cBI അല്ലെങ്കിൽ E1cBIRR. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കാർബാനയോൺ ഗോസ് സ്ലോലി ടു പ്രൊഡക്റ്റ് ഫോർമേഷൻ ആസ് ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ. കാർബാനയോൺ സ്റ്റേബിൾ ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ഫോർമേഷനിലേക്ക് വളരെ പതുക്കെ പോവാണ്. കാർബാനയോൺ ഗോസ് സ്ലോലി ടു പ്രൊഡക്റ്റ് ഫോർമേഷൻ ആസ് ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റാപ്പിഡ് ആയിരിക്കും, ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതാണ് E1 ആനയോൺ. അങ്ങനെ 3 തരം പോസിബിലിറ്റീസ് ആണുള്ളത്: E1cBR, E1cBI അല്ലെങ്കിൽ E1cBIRR, E1 ആനയോൺ. ഇനി E1cB റിയാക്ഷന് ഫേവർ ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയാസ്. സബ്സ്ട്രേറ്റ് ഷുഡ് കണ്ടെയ്ൻ ഹൈലി അസിഡിക് ഹൈഡ്രജൻ. സബ്സ്ട്രേറ്റിന് ഹൈലി അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ആവശ്യമാണ്. ടു എലിമിനേറ്റ് ഫ്രം ബീറ്റ കാർബണിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റിന് ഒരു ഹൈലി അസിഡിക് ഹൈഡ്രജൻ ആവശ്യമാണ്. ബിഫോർ ദ ഡിപ്പാർച്ചർ ഓഫ് ദ ലിവിങ് ഗ്രൂപ്പ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിന് മുൻപ് ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജന് എലിമിനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹൈലി അസിഡിക് ഹൈഡ്രജൻ ആവശ്യമാണ്. പിന്നെ ഇവരുടെ ലിവിങ് ഗ്രൂപ്പ് റിലേറ്റീവ്ലി പുവർ ആയിരിക്കണം. പുവർ ലിവിങ് ഗ്രൂപ്പ് ഓൺ ആൽഫ കാർബണുമേ ഉള്ള ലിവിങ് ഗ്രൂപ്പ് വളരെ പുവർ ആയിരിക്കണം. കാർബാനയോൺ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. ദ അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് ഫോംഡ് മസ്റ്റ് ബി സ്റ്റേബിൾ. അവിടെ ഫോം ചെയ്യുന്ന അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് സ്റ്റേബിൾ ആയിരിക്കണം. ഇനി മെക്കാനിസ്റ്റിക് ആസ്പെക്റ്റ്. ഇതിൽ E1cB ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് E1cB involves deprotonation of the beta carbon which result in the formation of the anionic transition state. അതായത് E1cBയിലെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡീപ്രോട്ടോണേഷൻ ഓഫ് ബീറ്റ കാർബൺ. അത് നമുക്ക് എന്താ തരിക? ഫോർമേഷൻ ഓഫ് ആനിയോണിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. അങ്ങനെ so far the elimination to proceed through E1cB pathway, stability of the transition സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ് ത്രൂ. എങ്ങനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും? ത്രൂ ഡീലോക്കലൈസേഷൻ ഓഫ് ദ ഇലക്ട്രോൺ ലോൺ പെയർ ത്രൂ റെസണൻസ് ഓർ ത്രൂ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. റെസണൻസിലൂടെയോ ഇൻഡക്റ്റീവ് ഇഫക്റ്റിലൂടെയോ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ലോൺ പെയർ നടത്തുക ത്രൂ റെസണൻസ് ഓർ ത്രൂ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അങ്ങനെ നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും.
So, substitution that can stabilize the carbanion intermediate are important. This mechanism is not observed with simple alkyl halide. ഈ മെക്കാനിസം സിമ്പിൾ ആൽക്കൈൽ ഹാലൈഡുമായി ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. The E1cB mechanism is only observed when there is at least one good electron withdrawing group adjacent to carbon-hydrogen bond to be cleared. അവിടെ ക്ലിയർ ചെയ്യുന്ന കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന് അഡ്ജസൻ്റ് ആയിട്ട് ഒരു ഗുഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെക്കാനിസം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഏത് E1cB മെക്കാനിസം നടത്താൻ പറ്റുള്ളൂ. The effect of the electron withdrawing group is to increase the Bronsted acidity of the adjacent carbon-hydrogen bond or to stabilize their conjugate bases. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ ഇഫക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദ ബ്രോൺസ്റ്റഡ് അസിഡിറ്റി, അഡ്ജസൻറ്റ് കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ തമ്മിലുള്ള ബ്രോൺസ്റ്റഡ് അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ടു സ്റ്റെബിലൈസ് ദെയർ കോൺജുഗേറ്റ് ബേസസുകളെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഹെൻസ് ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു ബി ഇൻവോൾവ്ഡ് വെൻ ദ ലിവിംഗ് ഗ്രൂപ്പ് ഈസ് അറ്റ് ബീറ്റ പൊസിഷൻ ടു എ കാർബോണിൽ നൈട്രോ ഓർ other carbanion stabilizing group.